നമുക്ക് പലപ്പോഴും അറിയില്ലല്ലേ നമ്മളാരാന്ന്, അവനാൻ്റെ വലുപ്പം അറിയില്ല എന്ന് പറയലുണ്ട്. നമ്മൾ അശ്അരി അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചവരാണ്. പക്ഷെ എല്ലാവരും അശ്അരിയാക്കളാവണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. അബാ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചാലും മതി. നമ്മളാളാവണം എന്നുള്ള അഭിപ്രായമല്ല, ഹക്കിന്റെ ആളാവണം എന്നുള്ള അഭിപ്രായമാണ്. ഹക്ക് രണ്ടേ ഉള്ളൂ, അതുകൊണ്ട് അതിലേതെങ്കിലും ഒന്ന് വിശ്വാസപരമായി സ്വീകരിച്ചു വരണം എന്നതാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് ഉസ്മാനിയ ഭരണകാലമാണ്. ഉസ്മാനിയ ഭരണകാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇസ്ലാമിന് അധീനപ്പെട്ടു. പട്ടാളക്കാരുടെ എണ്ണം വർദ്ധിച്ചു, സമ്പത്തുകൾ ധാരാളമുണ്ടായി, പൈസ ഇഷ്ടം പോലെ ഉണ്ടായതിനാൽ പൈസന്റെ ഒപ്പം വരുന്ന കുറെ പ്രശ്നമുണ്ട്. അതുണ്ടായി. പൈസന്റെ ഒപ്പം എന്താ വരിക? ഒലക്ക ചെരിച്ചിടുക. ഒലക്ക ചെരിച്ചിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. അതായത് എന്തോ ഒരു കാര്യം, ഒരു കുറ്റം ഉണ്ടായപ്പോ ഒലക്ക മൂടോളം പിന്നെ സ്വർണം കൊടുക്കണം തീരുമാനിച്ചു. അപ്പോഴാണ് വിധി പറഞ്ഞ ആളുടെ മകനും അതിലുണ്ട് എന്ന് മനസ്സിലായ പോലെ തന്നെ അതിനും പണിയുണ്ട്, ഒലക്ക ചെരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു എന്നാണ്. 6-ാം നൂറ്റാണ്ട് ഉസ്മാനിയാക്കളുടെ ഭരണകാലമാണ്. അന്ന് സമ്പത്ത് ധാരാളമായുണ്ട്. സമ്പത്തുണ്ടായതിനാല് ഒലക്ക ചെരിച്ചിടുന്ന പരിപാടി തുടങ്ങി. അപ്പോൾ തസവുഫ് ആവശ്യമായി വന്നു. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം, നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ ഇല്ലയെന്ന് എനിക്കറിയണില്ല. കുറച്ചാൾക്കാരുടെ മുഖത്തൊക്കെ ഇങ്ങനെ മനസ്സിലാകണമായിരത്തെ പല്ലൊക്കെ കാണുന്നുണ്ട്. കുറച്ചാൾക്കാർ ഇങ്ങനെ ഗൗരവത്തിൽ എന്താ ഇയാൾ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കണത്? എന്താണ് ഇപ്പോൾ ഈ സമസ്തൻ്റെ പ്രത്യേകത? അതാണ് ഇപ്പോൾ ഈ പറയണത്. എന്താണ് പ്രത്യേകത? അതുകൊണ്ട് തസവുഫ് ആവശ്യമായി വന്നു. 6, 7, 8 നൂറ്റാണ്ടുകളിലാണ് തസവുഫിന്റെ പ്രചരണം നടക്കുന്നത്. തസവുഫിന്റെ ചിന്ത അതിന്റെ മുമ്പ് തന്നെ ഉണ്ട്. 470 ഗൗസുൽ ആദമിന്റെ കാലം. അതിന് മുമ്പാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. അതിന്റെ മുമ്പ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു തസവുഫിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ആലിമീങ്ങൾക്കിടയിൽ മാത്രമായിരുന്നു സംസാരിച്ചത്. കുറച്ചും കൂടി വിശദമായി ജനങ്ങളോട് സംസാരിച്ച ആള് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായ അന്ന് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ജനിച്ചു. ഗൗസുൽ ആദമാണ് തസവുഫിനെ ജനകീയമാക്കിയ ആള്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു എഴുതി വെച്ച ഇഹ്യാ ഉലൂമുദ്ദീനിലെ തസവുഫിന്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ആൾ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസാണ്. അതേ കാലഘട്ടക്കാരൻ തന്നെയാണ് മഹാനായ റഈസുൽ ആശിഖീൻ സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. കേരളക്കാർ വലിയ ഭാഗ്യമുള്ള ആൾക്കാരാണ്. ലോകത്ത് തസവുഫിന്റെ പ്രചാരം നടന്ന 6, 7, 8 നൂറ്റാണ്ടുകളിൽ തന്നെ ഈ പറയപ്പെട്ട തസവുഫിന്റെ വഴിയൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായി ഖാദിരിയത്ത് വന്നിട്ടുണ്ട്. റിഫായി സാദാത്യങ്ങൾ തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്. റിഫായി സയ്യിദന്മാർ കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ ലക്കിടിയിലെ പൂക്കോയ തങ്ങള് മഹാനവറുകൾ റിഫായിയാണ്. റിഫായി കുടുംബ പരമ്പരയിലുള്ള ആളാണ്. റിഫായി ത്വരീഖത്തിന്റെ പാരമ്പര്യമുള്ള ആളാണ് മഹാനവറുകൾ. ഇങ്ങനെ ബഹുമാനപ്പെട്ട പിന്നെ പൊന്നാനി മഖ്ദൂമുമാർ വഴിയായി കേരളത്തിൽ ചിസ്തിയത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട വഴികളും ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളക്കാർ വലിയ സൗഭാഗ്യമുള്ള ആൾക്കാരാണ്. ലോകത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഇത് തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്നേ നമുക്ക് തസവുഫുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാടുണ്ട്. ലോകത്ത് തസവുഫിന്റെ വ്യാപനം നടന്ന 6, 7, 8 നൂറ്റാണ്ടിൽ തന്നെ തസവുഫുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാട് നമുക്കുണ്ട്. ശരീഅത്തിന്റെ നിയമങ്ങൾ 100% പിന്തുടരുന്നവരെ മാത്രമേ തുടരാൻ പാടുള്ളൂ എന്നതാണ് അന്ന് മുതൽ സ്വീകരിച്ചു വരുന്ന വഴി. ഇന്നും അതന്നെയാണ്. പ്രത്യക്ഷത്തിൽ നിസ്കാരം കാണാത്തൊരു ഔലിയ ഉണ്ടാകുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അയാളെ തുടരാൻ പാടില്ല, പിന്തുടരാൻ പാടില്ല. പ്രത്യക്ഷത്തിൽ നിസ്കാരം, നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾ കാണാത്ത ഒരു വലിയുണ്ടാവാം. എന്തുകൊണ്ട്? പിരാന്ത് പല കോലത്തിലുണ്ട്. അതുകൊണ്ട് പിരാന്ത് പല കോലത്തിലുണ്ടല്ലോ. ചില ആൾക്കാർക്ക് എപ്പോഴും പിരാന്താണ്, അതൊരു പിരാന്ത് ഉണ്ടാവും.
ചില ആൾക്കാർക്ക് ചില വിഷയത്തിൽ മാത്രമേ പിരാന്തുള്ളൂ, ഒരു പിരാന്ത് തന്നെയാണ്. ചില ആളുകൾക്ക് ചില വിഷയത്തിൽ ചിലപ്പം പിരാന്തുണ്ട്, അതേ വിഷയത്തിൽ തന്നെ ചിലപ്പം പിരാന്തുമില്ല, അങ്ങനെ ഉണ്ടാവും. ഒക്കെ പിരാന്ത് തന്നെയാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നിസ്കാരം കാണാത്തൊരു വലിയ ഉണ്ടാകുന്നതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല. അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നോമ്പ് കാണാത്തൊരു വലിയ ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അയാളെ പിന്നാലെ കൂടാൻ പാടില്ല. പിന്നാലെ കൂടണമെങ്കിൽ ശരീഅത്തിന്റെ അഹ്കാമുകൾ 100% പാലിക്കുന്നവരായിരിക്കണമെന്നത് അക്കാലം മുതൽ തുടർന്നു വരുന്ന നിബന്ധനയാണ്. അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു 4 കുത്തുബുകളിൽ ഒരാളാണ്. ഗൗസുൽ ആലം, ഷെയ്ഖ് റിഫായി, സയ്യിദ്ന അഹ്മദ് അൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, 4 കുത്തുബുകളിൽ ഒരാളാണ് സയ്യിദ്ന അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു. അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു കൃത്യമായി പള്ളിയിലെ ജമാഅത്തിന് വരുന്നില്ല എന്ന് അക്കാലത്തെ ആളുകൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കൃത്യമായി പള്ളിയിലെ ജമാഅത്തിന് വരുന്നില്ല, നിസ്കരിക്കണില്ല എന്നൊന്നല്ല കേട്ടോ, കൃത്യമായി ജമാഅത്തിന് വരുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായി. അപ്പൊ ആ അഭിപ്രായം ഉണ്ടായപ്പോൾ പള്ളിക്കത്തെ ഉസ്താദ് അത് ചോദിക്കാൻ വേണ്ടി ചെന്നു. അഹ്മദ് അൽ ബദവിന്റെ അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞപ്പോൾ ഒരു ചവിട്ടാണ് കൊടുത്തു എന്നാണ്. അപ്പൊ മൂപ്പര് പ്രതീക്ഷിക്കാതെ ഒരു ചവിട്ട് കിട്ടിയേക്കിന് കണ്ണൊന്നിങ്ങനെ കണ്ണൊന്ന് തിരുമ്പിയിട്ട് നീച്ചു നോക്കുമ്പോൾ മൂപ്പര് അറിയാത്തൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു പുഴക്കരയിലാണ്, മണലുണ്ട്, വെള്ളമുണ്ട്, വേറെ ആരുമില്ല. നേരാണെങ്കിൽ ഇരുട്ടാകാൻ പോകുന്നുണ്ട്. അസറിന്റെ ശേഷമാണ് ചോദിക്കാൻ പോയിക്കണത്. അപ്പോഴാണ് ഒഴിവ് കിട്ടിയത്. അപ്പൊ ചോദിക്കാൻ പോയത്, അപ്പോഴാണ് ചവിട്ട്. കുറെ നേരം ഇങ്ങനെ അന്തം വിട്ട് എന്താ പോകേണ്ടത്, എവിടുക്കാ പോകേണ്ടതെന്നൊന്നും അറിയാതെ ഇങ്ങനെ നിന്നപ്പോൾ ഒരാൾ വന്നു. അയാളോട് പറഞ്ഞു, എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയായിരുന്നു, എന്തേന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാനിങ്ങനെ അഹ്മദ് അൽ ബദവിന്റെ അടുത്തേക്ക് ചോദിക്കാൻ വേണ്ടി പോയതാണ്, അതിൽ മുമ്പ് ഒരു ചവിട്ടി ഒട്ടി ഇപ്പം എവിടെയെന്ന് അറിയണില്ല പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അതിനൊരു പണിയുണ്ട്, നിങ്ങൾ ഈ പുഴയെന്ന് ഒതുണ്ടാക്കിയാണ്ട് ഇവിടെ മരുവിസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നോളി, മരിബാകുമ്പോൾ കുറേ ആൾക്കാർ വരും, അപ്പോൾ അവര് സഫിൽ നിൽക്കണം, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഇമാമിനോട് ഈ വിഷയം പറഞ്ഞാൽ മതി, ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓരോരുത്തരായി വന്നു. വലിയ ജമാഅത്തിനുള്ള ആൾക്കാർ വന്നു. ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കാൻ നേരത്തെ ഇമാമുക്കാൻ അഹ്മദ് അൽ ബദവി വന്നു. അങ്ങനെ ഇമാമത്ത് നിന്ന് നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിയേക്കിന് ചെന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചവിട്ടോടിയും കൊടുത്തു. പഴയ സ്ഥലത്ത് തന്നെ എത്തിയെന്നാണ്. എന്തത് പറയാൻ കാരണം വെച്ചാൽ അങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടേ മുൻഗാമികൾ തുടർന്നിട്ടുള്ളൂ എന്നതാണ് സമസ്തയുടെ രീതി എന്ന് പറയുന്നത് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അതാണ് സമസ്തൻ്റെ രീതി പറഞ്ഞത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ പോരണം. ഞാൻ അവിടെ നിന്ന് അങ്ങനെ പോരുമ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. 9-ാം നൂറ്റാണ്ട് ഒക്കെ ആയപ്പോഴേക്കാണ് കേരളത്തിൽ സയ്യിദന്മാരുടെ വ്യാപകമായ വരവുണ്ടായത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സയ്യിദന്മാർ പോയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ സ്വീകരിക്കപ്പെട്ട അത്ര ലോകത്തെവിടെയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എന്താ കാരണം? അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ദർസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം. സയ്യിദന്മാരുടെ വരവിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, ദർസുകൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിന് കാരണം.